ഈ ഒരു അസർബൈജാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വർഷം ഏകദേശം 2 ആവാറായെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഒന്നും ചെയ്യാതെ ബാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ പോയിട്ടുള്ളത് ഇവിടെ അടുത്തുള്ള ഒമാനിലേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അസർബൈജാൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. കൃത്യസമയത്ത് തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി. എൻ്റെ ഫേസ് കണ്ടാലറിയാം നല്ലപോലെ വേർത്തിട്ടുണ്ട്. ആ സമയത്ത് UAE നല്ല സമ്മർ ടൈം ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു 1 അവറിന് മേലെ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരം ആയി കാണും നമ്മൾ അബുദാബി എത്തി. ഒരു ചായ കുടിക്കാനായിട്ട് ഈ ഒരു കഫേൻ്റെ ഫ്രണ്ടിലായിട്ട് നിർത്തി. ഇതൊരു 1 വീക്കിലേക്കുള്ള ട്രിപ്പ് ആയതുകൊണ്ട് വണ്ടി അബുദാബിയിലുള്ള എൻ്റെ കസിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആളാണ് നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി അവിടെ ഇട്ടിട്ട് കസിൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് ചെറിയ ദൂരം മാത്രമേ ഉള്ള എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. അബുദാബിയിലെ പുതിയ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോയത്. അബുദാബി ടു ബാക്കു ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വിസയറിൻ്റെ ആയിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് വിസയറിന് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് പ്രൈസിന് നല്ല അഫോർഡബിൾ ആയിട്ടായിരുന്നു ആ സമയത്ത് കൊടുത്തുകൊണ്ടായിരുന്നത്. ഇപ്പം അത്രയും ടിക്കറ്റ് റേറ്റ് കുറവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എയർപോർട്ടിൽ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ സമയമായപ്പം നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. ഈ ട്രിപ്പിൻ്റെ എല്ലാ മൊമെൻറ്റ്സും നല്ല രീതിയിൽ ഡോക്യുമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വെയിറ്റ് ചെയ്യുന്ന സമയമൊക്കെ ഞാൻ വെറുതെ പാഴാക്കി കളയാണ്ട് ഓരോ ആംഗിളിലും ഫോൺ വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗേറ്റിൻ്റെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഗേറ്റ് ഓപ്പൺ ആയപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോയി. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് സെറ്റിലായി. പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കെച്ച് ബുക്കൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പുറത്തോട്ട് സ്കെച്ച് ബുക്കൊക്കെ എടുത്ത് പോയി വരക്കുന്നതൊക്കെ എനിക്ക് അത്രയും ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും ആ ഫ്ലൈറ്റിലിരിക്കുന്ന ബോറടി മാറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുത്തിക്കുറിക്കാം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആർട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസ് ബുക്കാണ്. നമ്മൾ ജേർണലിങ് ചെയ്യുന്ന ബുക്സ് ഉണ്ടാവില്ലേ, അതിൽ കാണുന്ന പോലെ ഇതിൽ ഓരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോന്നും കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാക്കു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് ലഗേജൊക്കെ കളക്ട് ചെയ്യലാണ് ആദ്യത്തെ പണി. ലഗേജസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടന്നു. അവിടുന്ന് ലഗേജ് കളക്ട് ചെയ്തതിന് ശേഷം സിമ്മും അവിടുന്ന് തന്നെയാണ്, എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രാവൽ പാക്കേജ് ഒന്നും എടുത്തിട്ട് പോയതല്ലാത്തതുകൊണ്ട് സിമ്മ് നമുക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ട്രാവൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. അസർബൈജാൻ മുഴുവൻ കാണാനായിട്ട് നമ്മൾ കാർ ഇവിടെ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴത്തേക്കും കാറുമായിട്ട് അതിൻ്റെ ഓണർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഈ കാറിൻ്റെ ഓണറിനെ അവരുടെ ലൊക്കേഷനിൽ ആദ്യം ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. ഈ കാറ് റെൻറ്റിന് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഈ ബുക്ക് ചെയ്ത ഹോട്ടൽ എങ്ങനെയായിരിക്കും, നമ്മൾ ബുക്ക് ചെയ്ത റൂം എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷനൊക്കെ അവിടെ എത്തുന്നവരുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പരിചയമില്ലാത്ത നാടുകളിൽ റൂം ബുക്ക് ചെയ്തിട്ട് പലർക്കും പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ റൂമൊക്കെ കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. നമുക്ക് 2 ഫാമിലിക്കും താമസിക്കാനുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള റൂം തന്നെയായിരുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ നമ്മൾ ഈ റൂമിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.